നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിപ്പിട സൗകര്യമില്ലാതെ ദുരിതത്തിലായിരുന്ന തൊടുപുഴ KSRTC ഡിപ്പോയ്ക്ക് കൈത്താങ്ങായി അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അല്ലസർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ KM പൈജാസ് ബെഞ്ചുകൾ കൈമാറി. CPI തൊടുപുഴ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. റെഡ് വോളണ്ടിയർ മാർച്ചും പ്രതിനിധി സമ്മേളനവും തൊടുപുഴയിൽ നടന്നു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര മഹാദേവ ക്ഷേത്രത്തിൽ സർപ്പ പുനഃപ്രതിഷ്ഠ വാർഷിക ദിനാചരണവും ആദരവ് സമർപ്പണവും ജൂൺ 10 സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K. മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സൺഡേ ബാങ്കിംഗ് സേവനവുമായി നെടുമറ്റം സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന സൺഡേ ബാങ്കിന്റെ ഉദ്ഘാടനവും പ്രത്യേക നിക്ഷേപ സമാഹരണത്തിന്റെ ഉദ്ഘാടനവും വെസ്റ്റ് കോടിക്കുളം ബ്രാഞ്ച് അങ്കണത്തിൽ കേരള ബാങ്ക് ഡയറക്ടർ KV ശശി നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇരിപ്പിട സൗകര്യമില്ലാതെ ദുരിതത്തിലായിരുന്ന തൊടുപുഴ KSRTC ഡിപ്പോയ്ക്ക് കൈത്താങ്ങായി അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡിപ്പോയ്ക്ക് 4 ബെഞ്ചുകളാണ് അല്ലസർ പോളിടെക്നിക് വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയത്. വിദ്യാർത്ഥികളുടെ മൈനർ പ്രോജക്ടിന്റെ ഭാഗമായാണ് ബെഞ്ചുകൾ നിർമ്മിച്ചു നൽകിയത്. അല്ലസർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ KM പൈജാസ് ബെഞ്ചുകൾ കൈമാറി. തൊടുപുഴ KSRTC ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് ഇരിക്കുന്നതിന് അല്ലസർ പോളിടെക്നിക് വിദ്യാർത്ഥികൾ ബെഞ്ചുകൾ നിർമ്മിച്ചു നൽകി. പോളിടെക്നിക് കോളേജിലെ 4ാം സെമസ്റ്റർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് അവരുടെ മൈനർ പ്രോജക്ടിന്റെ ഭാഗമായി 4 ബെഞ്ചുകൾ നിർമ്മിച്ചു നൽകിയത്. സ്റ്റീൽ ഫ്രെയിമിൽ നിർമ്മിച്ച ഒരു ബെഞ്ചിന് 7200 രൂപ വിലമതിക്കും. വർക്ക്ഷോപ്പ് സൂപ്രണ്ട് EP ബാബുവിന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ KM ഇസ്മായിൽ, KN രാജൻ, NR സജീവ്, ജോർജ് സെബാസ്റ്റ്യൻ തുടങ്ങിയ അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് സഹായകരമായി. ആൽബിൻ സാമുവൽ, ജോർജ് കുട്ടി ഷാജി, പ്രവീൺ മണി, അശ്വിൻ KV, ക്രിസ്റ്റഫർ സജി തുടങ്ങിയ വിദ്യാർത്ഥികളുടെ പരിശ്രമ ഫലമായാണ് ബെഞ്ച് നിർമ്മാണം പൂർത്തിയായത്. ട്രാൻസ്പോർട്ട് ഓഫീസർ NP രാജേഷ്, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് M. യൂസഫ് എന്നിവർക്ക് അല്ലസർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ KM പൈജാസ് ബെഞ്ചുകൾ കൈമാറി. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷാൻ M. അസീസ്, പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ KA ഖാലിദ്, അക്കാദമിക് ഡീൻ പ്രൊഫസർ നീത ഫാരിദ്, അധ്യാപകരായ അജി ഐസക്, വർക്ക്ഷോപ്പ് സൂപ്രണ്ട് EP ബാബു എന്നിവർ സന്നിഹിതരായിരുന്നു. സമൂഹത്തിന് മാതൃകയാണ് അവർ. പിന്നെ അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ 14 സ്ഥാപനമുണ്ട്. ആർട്സ് കോളേജാണ് ആദ്യം തുടങ്ങിയത്. തൊഴിലുറക്കാരുടെ സപ്പോർട്ടോടുകൂടിയാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. എന്നും മാനേജ്മെന്റ് അതിന് കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ ഖാലിദ് സാർ, നീത മാം, മെക്കാനിക്കൽ HOD എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. പിന്നെ ഇതിന് ഒരു അവസരം ഒരുക്കി തന്ന KSRTC യൂസഫ് സാറിനും അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേരിൽ നന്ദി അർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. CPI തൊടുപുഴ മണ്ഡല സമ്മേളനത്തിന് തുടക്കമായി. റെഡ് വോളണ്ടിയർ മാർച്ചും പ്രതിനിധി സമ്മേളനവും തൊടുപുഴയിൽ നടന്നു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ നിർവഹിച്ചു. സമ്മേളനത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്, ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KK ശിവരാമൻ, ജയ മധു, ജോസ് ഫിലിപ്പ്, MY ഔസേഫ്, VK ധനപാൽ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P. പളനിവേൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CU ജോയി, MK പ്രിയൻ എന്നിവർ പങ്കെടുത്തു.
ഞാൻ തൊടുപുഴ മണ്ഡല സമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഏറെ ദീർഘമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന് മുമ്പിലിരുന്നു. പക്ഷെ ഞാൻ സലീം സഖാവിനോട് സൂചിപ്പിക്കുകയായിരുന്നു, ഉദ്ഘാടന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിർദ്ദേശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ചുരുങ്ങിയെങ്കിലും ഒരു ചെറിയ സമയം ആവശ്യമായി വരുന്നു. അത് കിട്ടുകയല്ലാതെ മറ്റൊരു മാർഗമില്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വല്ലാത്ത അതിഭീകരമായിട്ടുള്ള ഒരു ദുരന്തഘട്ടത്തിൽ നിൽക്കുകയാണ്. 25ാമത് പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയം ഈ ചർച്ച ചെയ്യാൻ പോകുന്നതിൽ 25ാമത് പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കപ്പെടുന്ന രാഷ്ട്രീയ പ്രമേയം ജൂലൈ 7, 8, 9 തീയതികളിൽ ഡൽഹിയിൽ ചേരുന്ന പാർട്ടി ദേശീയ കോൺഗ്രസ് സജീവമായി ചർച്ച ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൽ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ അംഗങ്ങൾക്കും അംഗങ്ങളല്ലാത്തവർക്കും ചർച്ച ചെയ്യാൻ അവസരം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രമേയം പോലും ജനാധിപത്യപരമായി ചർച്ച ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് തന്നെ 7, 8, 9 തീയതികളിൽ ഡൽഹിയിൽ ചേരുന്ന പാർട്ടിയുടെ ദേശീയ കോൺഗ്രസിൽ അംഗീകരിക്കുന്ന രാഷ്ട്രീയ പ്രമേയം നമ്മുടെ സമ്മേളനങ്ങൾക്ക് ശേഷം ബ്രാൻഡ് തലം മുതൽ ഘടകങ്ങൾ കൂടി പ്രത്യേകമായി ചർച്ച ചെയ്തു. ആ ചർച്ചയിലൂടെ വിഭിന്ന അഭിപ്രായങ്ങൾ പാർട്ടി കോൺഗ്രസിന് മുമ്പാകെ രേഖപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ദേശീയ കൗൺസിലിന് വേണ്ടി ആ നിർദ്ദേശങ്ങൾ അയച്ചു. വളരെ വിപുലമായിട്ടുള്ള ജനാധിപത്യ ചർച്ചയിലൂടെയാണ് പാർട്ടി രാഷ്ട്രീയ പ്രമേയം പാസ്സാക്കുന്നത്. ഞാൻ ആദ്യമായി പങ്കെടുത്ത പാർട്ടി കോൺഗ്രസ് ചെന്നൈയിലാണ് 17ാമത് പാർട്ടി കോൺഗ്രസ്. അന്ന് ആ പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും പ്രായമുള്ള പ്രതിനിധി ഞാനായിരുന്നു. ആ പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ കമ്മീഷനിൽ ഞാൻ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആ രാഷ്ട്രീയ കമ്മീഷനിൽ 6 ഭേദഗതികൾ അവതരിപ്പിക്കപ്പെട്ടത് എന്റെ ജില്ലയിലെ മുതിർന്ന പാർട്ടി സഖാവായിട്ടുള്ള സഖാവ് പി വി വിശ്വനാഥ് പക്ഷേ സമ്മേളന പ്രതിനിധിയായിരുന്നില്ല, പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയായിരുന്നു. പാർട്ടി കോൺഗ്രസ് പ്രതിനിധി അല്ലാത്ത സഖാക്കൾക്ക് പോലും രാഷ്ട്രീയ പ്രമേയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ അഭിപ്രായങ്ങളോ ഭേദഗതികളോ ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ചർച്ച ചെയ്യുന്ന വിശാലമായിട്ടുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പാർട്ടിയുടെ ജനാധിപത്യ വിരുദ്ധ ചർച്ച ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രമേയം അതായിരിക്കും പാർട്ടി കോൺഗ്രസ് രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാണ്. 24ാമത് പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ ചേർന്നപ്പോൾ ആ പാർട്ടി കോൺഗ്രസ് അവതരിപ്പിക്കപ്പെട്ട രാഷ്ട്രീയ പ്രമേയത്തിന്റെ രക്തശുദ്ധം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അധികാര അഹങ്കാരങ്ങളെ തകർക്കാൻ, അതിന്റെ തേക്കപ്പല്ല് കുറയ്ക്കാൻ, മനസ്സിൽ കയ്യേറിന്റെ കരുത്തിലും സമാധാനിക്കാവുന്ന മുഴുവൻ മനുഷ്യനെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു മതനിരപേക്ഷ പുരോഗമന വികസന മുന്നണി ഉണ്ടാക്കുന്നതായിരിക്കും. ആ മുന്നണിയോ ആ മുന്നണിയിലെ ഘടകകക്ഷികളായിരിക്കുന്നവരോ അംഗങ്ങളായിരിക്കുന്നവരോ ഭരണം കൈയാളണം എന്നല്ല, രാജ്യത്തെ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യം എന്ന പേരുണ്ടെങ്കിലും നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് ഭരണകൂടം, ഞാൻ അടിവരയിട്ട് ആ വാക്ക് പ്രയോഗിക്കുകയാണ്, ഫാസിസ്റ്റ് ഭരണകൂടം, അത് നമ്മുടെ രാജ്യത്ത് തുടരാതിരിക്കാൻ മതനിരപേക്ഷ പുരോഗമന ശക്തികൾ ഒത്തുചേരണം. അതായിരുന്നു പാർട്ടി കോൺഗ്രസിന്റെ നിർദ്ദേശം. അഥവാ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം, നിലപാട്. അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര മഹാദേവ ക്ഷേത്രത്തിൽ സർപ്പ പുനഃപ്രതിഷ്ഠ വാർഷിക ദിനാചരണവും ആദരവ് സമർപ്പണവും ജൂൺ 10 സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനോടനുബന്ധിച്ച് വിവിധ വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ നടക്കും. ചടങ്ങുകൾക്ക് പുതുക്കുളം വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. സർപ്പത്തറ പുനഃപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം നൽകിയവരെ ആദരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ശബരിമലയിൽ നിന്ന് കൊടിയും മണിയും കൊണ്ടുവന്ന ആചാരപൂർവ്വം ഉത്സവം നടത്തുന്ന ഏക ക്ഷേത്രമായ അറക്കുളം ശ്രീധർമ്മശാസ്ത്ര മഹാദേവ ക്ഷേത്രത്തിൽ സർപ്പ പുനഃപ്രതിഷ്ഠ വാർഷിക ദിനാചരണവും ആദരവ് സമർപ്പണവും 10-ാം തീയതി നടക്കും. 6-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 7-ന് സർപ്പപൂജ, 7:15-ന് വിശേഷാൽ സർപ്പ വഴിപാടുകൾ എന്നിവ നടക്കും. ചടങ്ങുകൾക്ക് പുതുക്കുളം വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. 11:30-ന് സർപ്പത്തറ പുനഃപ്രതിഷ്ഠയ്ക്ക് മുൻകൈയെടുക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു. താഴത്ത് മനക്കൽ ഗോപാലപണിക്കർ, പാലോനി സുജാമോൾ ഗീതാലയം, ഷിബു ആചാരി, വെള്ളാപ്പള്ളിയിൽ സതീഷ് രാജ് എന്നിവരെ ആദരിക്കും. അതിപുരാതനമായ അർപ്പം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സർപ്പ പുനഃപ്രതിഷ്ഠാ ദിനം
ഈ വരുന്ന ജൂൺ 10-ാം തീയതി വിവിധ ചടങ്ങുകളോടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ പൂജാവിധികളിലൂടെ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പുതുക്കുളം വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുകയാണ്. നമ്മുടെ അറക്കുളം അയ്യപ്പ ക്ഷേത്രം ശബരിമലയുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ശബരിമല കിരീട എന്നറിയപ്പെടുന്ന പുരാണ രേഖകളിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം ശബരിമലയിൽ നിന്ന് കൊടിയും മണിയും കൊണ്ടുവന്ന് തിരുവുത്സവം നടത്തുന്ന ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ്. ശബരിമലയുമായുള്ള അഭേദ്യ ബന്ധം പുരാണ രേഖകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ നമ്മുടെ ക്ഷേത്രത്തിലെ സർപ്പത്തറ കഴിഞ്ഞ വർഷം പുതുക്കിപ്പണത് തന്ത്രിമുഖ്യൻ ബാലാലയ പ്രതിഷ്ഠ നടത്തി ഏകദേശം 1 മാസത്തോളം എടുത്ത് നമ്മൾ സർപ്പത്തറ പുതുക്കിപ്പണതാണ്. ഈ വർഷം ജൂൺ 10 ആകുമ്പോഴേക്കും 1 വർഷം ആകുന്നതിൻ്റെ പുനഃപ്രതിഷ്ഠാ വാർഷിക ദിനം നമ്മൾ വിവിധ ചടങ്ങുകളോടെ പൂജാവിധികളോടെ ആഘോഷിക്കുകയാണ്. ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും സാദരം ക്ഷണിക്കുന്നു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് സാജു ഒഴുകിൽ, വൈസ് പ്രസിഡന്റ് ടി പി സന്തോഷ്, സെക്രട്ടറി എം പി പ്രകാശ്, സമിതി അംഗം അനിത സജി എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. KSSPU സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ജൂലൈ 8-ന് തൊടുപുഴയിൽ നടത്തുന്ന പെൻഷൻകാരുടെ ജില്ലാ മാർച്ചും ധർണയും വിജയിപ്പിക്കുവാൻ യോഗം തീരുമാനിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ കൺവെൻഷൻ നടത്തി. തൊടുപുഴയിൽ നടത്തിയ കൺവെൻഷൻ KSSPU സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. PFRDA നിയമം നടപ്പാക്കാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എത്രയോ പ്രക്ഷോഭങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നാം നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 23 വർഷമായി സംഘടനയ്ക്ക് 33 വയസ്സേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ 23 വർഷമായി ഒരേ ഡിമാൻഡുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിലാണ് നാം. ഇന്നിപ്പോ ഏറ്റവും അവസാനം അതിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണല്ലോ. 82-ല് നഗാര കേസിൽ സുപ്രീം കോടതിയുടെ വിധി. അത് പറയുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ സുവനീറിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ എഴുതിയ ഒരു ലേഖനം കൊടുക്കുന്നുണ്ട്. അതിന്റെ തലക്കെട്ട് പെൻഷൻ ഔദാര്യമല്ല, എന്താണ് ഒരു അല്ല അവകാശമൊന്നല്ല, ഔദാര്യമല്ല, ദാക്ഷിണ്യവുമല്ല, വെറുതെ കൊടുക്കണതുമല്ല, ഔദാര്യവുമല്ല എന്നാണ് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ തലക്കെട്ട്. അദ്ദേഹം തന്നെ കൊടുത്ത തലക്കെട്ട്. കാരണം അദ്ദേഹം പറയുന്നു, ഇന്ത്യൻ ഭരണഘടന പെൻഷനുമായി ബന്ധപ്പെട്ട് എവിടെ നിൽക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലപാടാണ് 82-ലെ നഗാര കേസിൽ സുപ്രീം കോടതിയുടെ ഏറ്റവും ഉയർന്ന ബെഞ്ചാണല്ലോ ഭരണഘടനാ ബെഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തിയ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അന്നത്തെ ആ ഭരണഘടനാ ബെഞ്ചിന് നേതൃത്വം കൊടുത്തത്. അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ ഒരാൾ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല നമ്മുടെ രാജ്യത്ത്. വി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശികകൾ അനുവദിക്കുക, മെഡിസെപ് അപാകതകൾ പരിഹരിക്കുക, കേന്ദ്ര ധനകാര്യ ഭേദഗതി നിയമം റദ്ദാക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന അവസാനിപ്പിക്കുക, 2025 ജൂലൈ 9-ന്റെ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ജൂലൈ 8-ന് തൊടുപുഴയിൽ നടത്തുന്ന പെൻഷൻകാരുടെ ജില്ലാ മാർച്ചും ധർണയും വിജയിപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റ് കെ മത്തായി, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ശ്രീകണ്ഠൻ നായർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. VK മാണി, AN ചന്ദ്രബാബു, T ചെല്ലപ്പൻ, ലീലാമ ഗോപിനാഥ്, PM അബ്ദുൾ അസീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ കിൻഡർഗാർട്ടൻ സെക്ഷനിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ LI CMC നാട മുറിച്ചുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് മാതാപിതാക്കൾക്കായി സന്ദേശം നൽകുകയും ചെയ്തു. മാതാപിതാക്കളോടൊപ്പം നിരവധി കുരുന്നുകളാണ് ആദ്യമായി സ്കൂൾ അങ്കണത്തിലേക്ക് പ്രവേശിച്ചത്.
തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിൽ കിൻഡർ ഗാർഡൻ സെക്ഷനിൽ പ്രവേശനോത്സവം വിവിധങ്ങളായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. മാതാപിതാക്കളുടെ കൈപിടിച്ച് ആദ്യമായി വിദ്യാലയത്തിന്റെ മുറ്റത്തേക്ക് കടന്നു വന്ന കുട്ടികളെ അധ്യാപകർ ബലൂണുകളും മധുരപലഹാരങ്ങളും നൽകി സ്വീകരിച്ചു. കാർട്ടൂൺ കഥാപാത്രം ലൂണിയുടെ സാന്നിധ്യം കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഒരുപോലെ ആവേശകരമായിരുന്നു. സ്കൂൾ ഡയറക്ടർ സിസ്റ്റർ സ്റ്റാനിയും മറ്റ് സിസ്റ്റേഴ്സും ചേർന്ന് ദീപം തെളിയിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ എലൈസ് നാട മുറിച്ചുകൊണ്ട് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാതാപിതാക്കൾക്കായി സന്ദേശം നൽകുകയും ചെയ്തു. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ അധ്യായനത്തിന് ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ മനോഹരമായ യാത്രയിൽ നിങ്ങളുടെ കുട്ടികളോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരെ പുതിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്താനും ഞങ്ങൾ സജ്ജരാണ്. KG ക്ലാസ് എന്നത് അറിവിന്റെ അക്ഷരങ്ങൾ കുറിക്കുന്ന ഒരിടം മാത്രമല്ല, കളിച്ചും ചിരിച്ചും പാട്ടുപാടിയും കൂട്ടുകൂടിയും പുതിയ അനുഭവങ്ങൾ നേടാനുള്ള ഒരിടം കൂടിയാണ്. ഓരോ കുട്ടിയും തനതായ കഴിവുകളോടും സ്വഭാവങ്ങളോടും കൂടിയാണ് ഇവിടെ എത്തുന്നത്. അവരുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാനും കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും പോരായ്മകളിൽ താങ്ങും തണലുമാകാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഒരു പുതിയ ലോകം, അതെ, അറിവിന്റെ ലോകം തുറക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് വെറും പുസ്തകത്തിന്റെ അറിവ് മാത്രമല്ല, കളികളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് ധാരണ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ അവരെ സഹായിക്കും. സ്കൂളിൽ നടന്ന ചടങ്ങിൽ കിൻഡർ ഗാർഡൻ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ റോസ് മാത്യു സ്വാഗതം ആശംസിച്ചു. സ്കൂൾ ലോക്കൽ മാനേജർ സിസ്റ്റർ സീന മരിയ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. അറക്കുളം പഞ്ചായത്തിലെ PWD റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നും ജലജീവന് വേണ്ടി നശിപ്പിച്ച ഗ്രാമീണ റോഡുകളുടെയും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ആവശ്യപ്പെട്ടു. അറക്കുളം മണ്ഡലം കേരള കോൺഗ്രസ് കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രൊഫസർ ജേക്കബ്. മണ്ഡലം പ്രസിഡന്റ് AD മാത്യു അഞ്ചാനി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി M മോനിച്ചൻ, KSC സംസ്ഥാന പ്രസിഡന്റ് ജോൺസ് ജോർജ്, തൊടുപുഴ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബ്ലേസ് G വാഴയിൽ, സാം ജോർജ്, ജോസുകുട്ടി തുടിയമ്പ്ലാക്കൽ, ലൂക്കാച്ചൻ മൈലാടൂർ, ജിൻസ് അഗസ്റ്റിൻ,
ജോസുകുട്ടി മൂലേച്ചാരിയിൽ എന്നിവർ സംസാരിച്ചു. പോകുന്നതും എലവീട പൂഞ്ചിറയ്ക്ക് പോകുന്നതും ഒക്കെ പറഞ്ഞ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് ഇതെല്ലാം നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ്. 1.25 ലക്ഷം രൂപ ശമ്പളം അദ്ദേഹം സമരം സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 25 വർഷക്കാലം കൊണ്ട് ആലപ്പുഴ പഞ്ചായത്തിൽ എന്ത് കിട്ടി? മറുപടി പറയണ്ടേ? അവിടെ നിങ്ങൾ തിരിഞ്ഞേക്കണേ. വെള്ളം കൂട്ടിയിട്ട് കാര്യം. അപ്പോൾ നമ്മൾ ഏതൊക്കെ സീറ്റ് മത്സരിക്കുന്ന ഒരു ഉദ്ദേശം വെച്ചിട്ടുണ്ടാവും, വാർഡിലെങ്കിലും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിലെത്തിയിരിക്കുക. നേതാവാണ് എങ്കിൽ പോലും ഇപ്പൊ സജീവമായ ഒരു പ്രവർത്തന നേതാവ് വന്നിട്ടില്ല. തുടർന്ന് വരുമെന്നുള്ള വിശ്വാസത്തില്ല ഞാൻ ഒരിക്കൽ കൂടി ഓക്കെ 10 രൂപ ഓക്കെ, കുഴപ്പമില്ല. തൊടുപുഴയിലും 3 കൺവെൻഷനും കൂടി നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ആലക്കോട് കൺവെൻഷൻ ഉണ്ട്, മറ്റു കൺവെൻഷനുകളും നടക്കുന്നുണ്ട്. ഇടതുപക്ഷ മുന്നണിയുടെ 9 വർഷക്കാലത്തെ ഭരണം യഥാർത്ഥത്തിൽ ഈ നാടിനെ എത്രമാത്രം നശിപ്പിക്കാം എന്നുള്ളതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സ്ഥിതിക്ഷയത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇവിടെ 1957 മുതൽ 2016 വരെയുള്ള കാലയളവിൽ കേരളത്തിലെ മൊത്തം കടബാധ്യത എന്ന് പറയുന്നത് 1.5 ലക്ഷം കോടി രൂപയാണ്. ഈ 1.5 ലക്ഷം കോടി രൂപയിൽ നിന്ന് 9 വർഷക്കാലം കൊണ്ട് അത് 5.5 ലക്ഷം കോടി രൂപയായി മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 4 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത ഈ 9 വർഷക്കാലം കൊണ്ട് കേരളത്തിലുണ്ടായി. കുടയത്തൂരിൻ്റെ കാഞ്ഞാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊടുപുഴ നിയോജകമണ്ഡലത്തിൻ്റെ ഭാഗമാണ് ഒരു ഭാഗം. മുൻസിനൊക്കെ യഥാർത്ഥത്തിൽ വെള്ളിയാമറ്റ പഞ്ചായത്ത് ആണെങ്കിലും കാഞ്ഞാർ തന്നെയാണ്. അത് തൊട്ടടുത്തേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ല ഈ പിന്നെ കുരുതിക്കുളം വരെ തൊടുപുഴ നിയോജകമണ്ഡലമാണ്. കുളമാവിൻ്റെ ഒരു സൈഡ് തൊടുപുഴ നിയോജകമണ്ഡലമാണ്. അതുകൊണ്ടാണ് ഇവിടെ ജോസൂട്ടിയും മണ്ഡലം പ്രസിഡന്റും പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രദേശമായിട്ട് 40-45 വർഷമായിട്ട് ബന്ധമുണ്ട്. KSC മുതൽ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എല്ലാ പരിപാടികളിലും നേതൃപരമായി പങ്കുവച്ചിരിക്കുന്ന അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായ ആശംസകൾ നേർന്നുകൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ എൻ്റെ വാക്കുകൾ ശ്രമിക്കുന്നു. തൊമ്മൻകുത്തിൽ വീടിന് തീപിടിച്ചു. തൊമ്മൻകുത്ത് പുനമ്പിൽ സന്തോഷിന്റെ വീട്ടിലാണ് ശനിയാഴ്ച വൈകുന്നേരം 4-ന് തീ പടർന്നത്. ഈ സമയം വീട്ടിൽ ആരുമില്ലായിരുന്നു. അതിനാൽ ആർക്കും അപകടം ഉണ്ടായില്ല. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കാൻ കാരണമെന്നാണ് നിഗമനം. വീട്ടുപകരണങ്ങൾ പൂർണ്ണമായും കത്തിനശിച്ചു. നാട്ടുകാർ ചേർന്ന് തീ അണച്ചു. അതുല്യ ആകാശ് സ്റ്റേഷനറീസ് കരിമണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. പാചകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പൊടികളും രുചിക്കൂട്ടുകളും മിതമായ നിരക്കിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാക്കും. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. അതുല്യ ആകാശ് സ്റ്റേഷനറീസ് കരിമണ്ണൂരിൽ SNDP ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. പാചകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പൊടികളും രുചിക്കൂട്ടുകളും മിതമായ നിരക്കിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടുകൂടി സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകും. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ആദ്യ വിൽപ്പന മുൻ DCC പ്രസിഡന്റ് റോയ് കെ പോലോസ് നിർവഹിച്ചു. വ്യാപാരി വ്യവസായി കരിമണ്ണൂർ യൂണിറ്റ് പ്രസിഡന്റ് VJ ചെറിയാൻ, രാജേഷ് VS, കരിമണ്ണൂർ SNDP ശാഖാ പ്രസിഡന്റ് CN ബാബു, സെക്രട്ടറി വിജയൻ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സ്വന്തമായി പൊടിച്ചെടുക്കുന്ന പൊടിയുൽപ്പന്നങ്ങൾ, കറിക്കൂട്ടുകൾ, ശുദ്ധമായ നാടൻ വെളിച്ചെണ്ണ, സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ എന്നിവ സ്ഥാപനത്തിൽ നിന്നും മിതമായ നിരക്കിൽ മികച്ച ഗുണമേന്മയോടെ ലഭ്യമാകുമെന്നും മാനേജ്മെന്റ് അറിയിച്ചു.
പിന്നെ ഞങ്ങൾ ഇവിടെ ഉൽപ്പന്നിക്കുന്ന പൊടികളുടെ ഒരു ഇതാണ് കലവറയാണ്. അതിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പുട്ടുപൊടി, അപ്പത്തിൻ്റെ പൊടി, അവലോസുണ്ട, എല്ലാ തരം പൊടി ഐറ്റങ്ങളും ഇവിടെ ലഭ്യമാണ്. സൺഡേ ബാങ്കിംഗ് സേവനവുമായി നെടുമറ്റം സർവീസ് സഹകരണ ബാങ്ക്. ബാങ്കിന്റെ 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന സൺഡേ ബാങ്കിങ്ങിന്റെ ഉദ്ഘാടനവും പ്രത്യേക നിക്ഷേപ സമാഹരണത്തിന്റെ ഉദ്ഘാടനവും വെസ്റ്റ് കോടിക്കുളം ബ്രാഞ്ച് അങ്കണത്തിൽ കേരള ബാങ്ക് ഡയറക്ടർ KV ശശി നിർവഹിച്ചു. നെടുമറ്റം സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപിതമായിട്ട് 100 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ വൈവിധ്യമാർന്ന പരിപാടികൾ നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായി ആരംഭിക്കുന്ന സൺഡേ ബാങ്കിങ്ങിന്റെ ഉദ്ഘാടനവും പ്രത്യേക നിക്ഷേപ സമാഹരണത്തിന്റെ ഉദ്ഘാടനവും വെസ്റ്റ് കോടിക്കുളം ബ്രാഞ്ച് അങ്കണത്തിൽ കേരള ബാങ്ക് ഡയറക്ടർ KV ശശി നിർവഹിച്ചു. ഏതാണ്ട് 29,000-ലധികം സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. പാക്സ് 1618 എണ്ണമാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ക്ഷീരമേഖല, കയർ മേഖല, മത്സ്യമേഖല, ഇങ്ങനെ വിവിധ മേഖലകളിലായി 29,000-ലധികം സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. 1,00,000-ലധികം വരുന്ന ജീവനക്കാർക്ക് കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ കൊടുക്കുന്ന ഒരു തൊഴിൽ ദാതാവാണ് സഹകരണ മേഖല. ഇതുകൂടാതെ കേരളത്തിലെ സഹകരണ മേഖലയിൽ ഏകദേശം 2.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നമുക്കുണ്ട്. ഇന്ത്യയിലെ ആകെ സഹകരണ മേഖലയുടെ നിക്ഷേപത്തിൻ്റെ 70% കേരളത്തിലാണ്. അപ്പോൾ സഹകരണ മേഖല ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭാവന എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. നമ്മുടെ സഹകരണ മേഖല 100 വർഷം പിന്നിട്ടിരിക്കുന്ന നമ്മുടെ ഈ മേഖല ഇന്ന് ചില വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ വിവാദ വിഷയത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം സഹകരണ മേഖല എന്ന് പറയുന്ന സംസ്ഥാന വിഷയമാണ്. കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സഹകരണ വകുപ്പ് രൂപീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ആകെ സഹകരണ മേഖലയെ ഒറ്റ സോഫ്റ്റ്വെയറിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. യോഗത്തിന് ബാങ്ക് പ്രസിഡന്റ് ബിനിമോൾ TC സ്വാഗതം ആശംസിച്ചു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗം പോൾസൺ മാത്യു, നെടുമറ്റം ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ CV ജോർജ്, സാബു കേശവൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ജോഷി എടാട്ട്, MB ധർമ്മരാജൻ, ജോർജ് തോമസ്, അക്ബർ വെള്ളിക്കുളത്ത്, ജോസഫ് ജോർജ്, ഷാജി K ശശി, ഷാഹുൽ ഹമീദ്, ഷിബുച്ചൻ തലയ്ക്കൽ എന്നിവർ ആശംസകൾ നേർന്നു. ബാങ്ക് ബോർഡ് അംഗങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ, സഹകാരികൾ, ബാങ്ക് ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് വിനീഷ് P. ലൂക്കോസ് കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. കേരള ഗ്രാമീൺ ബാങ്കിന്റെ നവീകരിച്ച ബ്രാഞ്ച് കലയന്താനിയിൽ പ്രവർത്തനം ആരംഭിച്ചു. നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, QR കോഡ് സേവനങ്ങൾ ഉൾപ്പെടെ എല്ലാ നൂതന സാമ്പത്തിക സേവനങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. നവീകരിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ G. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 13 വർഷമായി കലയന്താനിയിൽ പ്രവർത്തിച്ചു വരുന്ന കേരള ഗ്രാമീൺ ബാങ്കിന്റെ നവീകരിച്ച ശാഖ നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ്, QR കോഡ് സേവനങ്ങൾ ഉൾപ്പെടെ എല്ലാ നൂതന ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങളും ഉപഭോക്തൃ സൗഹൃദ സേവനങ്ങളുമായി കലയന്താനി കോൾബിൻ ടവറിൽ പ്രവർത്തനം ആരംഭിച്ചു. നവീകരിച്ച ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു.
സാധാരണക്കാരുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ഗ്രാമീണ മേഖലയാണ്. അപ്പോൾ പേര് പോലെ അന്വർത്ഥമാകുന്ന ആ ഒരു ഗ്രാമീണ തനിമയിൽ മെച്ചപ്പെട്ട സേവനം ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ എല്ലാ വെല്ലുവിളികളെയും മത്സര സാധ്യതകളെയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് നമ്മുടെയെല്ലാം ജീവിതക്രമത്തിൽ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയ തോതിൽ കൈത്താങ്ങാകുന്ന പ്രവർത്തനങ്ങളുമായി ഈ ശാഖയിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ബാങ്കുകൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും കാർഷിക വൃത്തിയിൽ നല്ല നിലയിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളാണ്. അപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ അവയുടെ സേവനങ്ങൾ മികച്ചതാവണം. ആ ഒരു വാഗ്ദാനമാണ് ഇവിടെ ഗ്രാമീൺ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചടങ്ങിൽ കേരള ഗ്രാമീൺ ബാങ്ക് കോട്ടയം റീജിയണൽ മാനേജർ സുരേഷ് കുമാർ ജി അധ്യക്ഷത വഹിച്ചു. വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി, ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജാൻസി മാത്യു, വാർഡ് മെമ്പർമാരായ ജോസഫ് ചാക്കോ, ഇന്ദു ബിജു, നബാർഡ് DDM അരുൺ MS, ലീഡ് മാനേജർ റെജി രാജ്, CDS ചെയർപേഴ്സൺ ഉഷ ജോണി, രേഷ്മ മനു എന്നിവർ ആശംസകൾ നേർന്നു. ബ്രാഞ്ച് മാനേജർ ആരതി P സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് മാനേജർ ശ്രുതി T കൃതജ്ഞത രേഖപ്പെടുത്തി. ഗ്രാമീണ വികസനത്തിനും ധനസഹായത്തിനും പ്രാധാന്യം നൽകുന്ന കേരള ഗ്രാമീൺ ബാങ്ക് കാർഷിക ലോണുകൾ, ഗോൾഡ് ലോണുകൾ, വാഹന വായ്പകൾ എന്നിവയ്ക്ക് ഫിക്സ്ഡ് പലിശ നിരക്കാണ് ഈടാക്കുന്നത്. കൂടാതെ 444 ദിവസത്തെ ഫിക്സ്ഡ് ഡിപ്പോസിറ്റിന് 8.05% വരെ പലിശയും ലഭ്യമാണ്. നാളെ ഇതുവരെ നൽകിയ സഹകരണങ്ങൾക്ക് നന്ദി പറയുന്നതിനൊപ്പം തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് ബ്രാഞ്ച് മാനേജർ അറിയിച്ചു. എല്ലാവിധ ഡിജിറ്റൽ സൗകര്യങ്ങളോടും കൂടിയ ശാഖാ പ്രവർത്തനമാണ് നൽകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ അവസരത്തിലും തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. വണ്ണപ്പുറം മുട്ടുകണ്ടത്ത് ചെന്നായ് ശല്യം. നാട്ടിലിറങ്ങിയ ചെന്നായ്ക്കൾ കോഴിയെയും താറാവിനെയും ആക്രമിക്കുകയാണ്. ഞായറാഴ്ച രാവിലെ 8 മണിക്കാണ് ഇവയെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കൊടികുത്തിയാനിക്കൽ ബേബി, ചക്കാലയ്ക്കൽ താജ് എന്നിവരുടെ കോഴികളെയും പേപ്പതി ജോയിയുടെ താറാവിനെയുമാണ് ചെന്നായ് പിടിച്ചത്. ഒരാഴ്ചയായി ഇവയുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. കുട്ടികളെ പുറത്തുവിടുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാട്ടുകാർ ആശങ്കയിലാണ്. നമ്മുടെ പോത്തിന് കണ്ണു വെച്ചിട്ടുണ്ട് കേട്ടോ. കുറുക്കനല്ല മോനെ, അത് കുറുക്കൻ ഇത്ര വലുതല്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരിപ്പിട സൗകര്യമില്ലാതെ ദുരിതത്തിലായിരുന്ന തൊടുപുഴ KSRTC ഡിപ്പോയ്ക്ക് കൈത്താങ്ങായി അല്ലസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അല്ലസർ ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ഡോക്ടർ KM ഫൈജാസ് ബെഞ്ചുകൾ കൈമാറി. CPI തൊടുപുഴ മണ്ഡലം സമ്മേളനത്തിന് തുടക്കമായി. റെഡ് ഓൾ ഇന്ത്യ മാർച്ചും പ്രതിനിധി സമ്മേളനവും തൊടുപുഴയിൽ നടന്നു. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ നിർവഹിച്ചു. അറക്കുളം ശ്രീ ധർമ്മശാസ്ത്ര മഹാദേവ ക്ഷേത്രത്തിൽ സർപ്പ പുനഃപ്രതിഷ്ഠ വാർഷിക ദിനാചരണവും ആദരവ് സമർപ്പണവും ജൂൺ 10 സംഘടിപ്പിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ നടത്തി. സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി K മോഹനൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സൺഡേ ബാങ്കിംഗ് സേവനവുമായി നെടുമറ്റം സർവീസ് സഹകരണ ബാങ്ക്.
ബാങ്കിന്റെ 100ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ആരംഭിക്കുന്ന സൺഡേ ബാങ്കിന്റെ ഉദ്ഘാടനവും പ്രത്യേക നിക്ഷേപ സമാഹരണത്തിന്റെ ഉദ്ഘാടനവും വെസ്റ്റ് കോടിക്കുളം ബ്രാഞ്ച് അങ്കണത്തിൽ കേരള ബാങ്ക് ഡയറക്ടർ KV ശശി നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.